ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പുനല്ലൂരിനടുത്ത് ഇളമ്പൽ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ്. അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്, നല്ല ഒരു സുവിശേഷകനാണ്. അപ്പോൾ തൻ്റെ ജീവിത അനുഭവം ഇന്ന് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററോട് ഒരുമിച്ച് അല്പസമയം സംസാരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ജനിച്ചു വളർന്നത് എവിടെയാണോ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോസ് എന്നാണ്. എൻ്റെ വീട് പുനലൂർ, എൻ്റെ നേറ്റീവ് പ്ലേസ് പുനലൂരാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പുനലൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറം ഇളമ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പപ്പ മമ്മി ഇവർ രണ്ടുപേരും മരിച്ചുപോയി. അപ്പം ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മോൻ, ഞങ്ങൾ 3 പേരും കോട്ടവട്ട ജംഗ്ഷനിൽ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അകത്തുണ്ട്. അവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് സഭാ പശ്ചാത്തലത്തിലാണ്? മർത്തോമ സഭാ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? അതെല്ലാം പുനലൂരായിരുന്നു. പുനലൂർ നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ. അന്ന് ബോയ്സും ഗേൾസും 2 ഒറ്റ സ്കൂളായിട്ട്, ഇപ്പോഴാണ് അത് 2 സ്കൂളായിട്ട് മാറി, ഗേൾസ് ആൻഡ് ബോയ്സ്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ മാർത്തോമ സഭയിൽ നിൽക്കുമ്പോൾ പിന്നെ എന്നാണ് ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് എന്നാണ് വന്നത്? അതിനുള്ള കാരണം എന്താണ്? എൻ്റെ അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ഇപ്പോൾ മെനഞ്ഞാന്ന് 1 വർഷം തികഞ്ഞതേ ഉള്ളൂ. ഏകദേശം എനിക്ക് 8 വയസ്സ് പ്രായമുള്ള മുതൽ അമ്മ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല, അമ്മ അന്ന് രക്ഷിക്കപ്പെട്ട് അമ്മയ്ക്കൊരു 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ദൈവവുമായിട്ടുള്ള വലിയ അരുളപ്പാടുണ്ടായി. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തീരുമാനിച്ചു, കർത്താവേ, എന്നെ ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന് അമ്മ തീരുമാനം എടുക്കുകയും അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി അമ്മ വീട്ടിൽ പോരുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ കൂടെ അന്ന് ഈ നരിക്കൽ എന്ന് പറയുന്ന ദേശമുണ്ട്. അപ്പോൾ ഒരു 2-3 കിലോമീറ്ററിനപ്പുറം അവിടുന്ന് ഒരു 3-4-5 സഹോദരിമാർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അമ്മയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുറേ സഹോദരിമാരെല്ലാം ഉണ്ട്. അന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ 1991 ഡിസംബർ മാസം 31-ാം തീയതി പുനലൂർ ടൗൺ AG സഭയിൽ വെച്ച് രാത്രി ഏകദേശം 10 മണിയോടുകൂടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ, കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ മുതലാണ് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്. പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വന്നായിരുന്നു. ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ സ്നാനപ്പെട്ടില്ല. എൻ്റെ പപ്പ ഏകദേശം 30 വർഷത്തെ മദ്യപാനത്തിൻ്റെ 30 വർഷം കൊണ്ട് മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്നാനപ്പെടുന്ന പപ്പയ്ക്ക് ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ ബന്ധുക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ദിവസം അമ്മ വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ പപ്പയോട് ചോദിച്ചപ്പോൾ പപ്പ നീ സ്നാനപ്പെട്ടോളം പറഞ്ഞു. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പിറ്റേ ഞായറാഴ്ച അവിടെ അടുത്തൊരു ഉപവാസ പ്രാർത്ഥന നടന്നു. അമ്മ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച ഇവിടെ നമ്മുടെ കല്ലടയാറ്റിൽ, നമ്മുടെ പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ കീഴിൽ ഒരു ഭക്തനായ ദൈവദാസൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റു. അന്നു മുതൽ എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന്, ഞങ്ങൾ 2 മക്കളാണ്, എൻ്റെ പെങ്ങളുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അമ്മയാണ് ആദ്യം ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിൽ വന്നത്. അതെ. അതിനുശേഷം അമ്മ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാസ്റ്റർക്ക് ഒരു സുവിശേഷകനാകണം, ഒരു പാസ്റ്റർ ആകണം എന്നുള്ളൊരു തോന്നലുണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും പ്രത്യേകമായ ദൈവിക വിളിയുണ്ടായോ? അതോ എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സുവിശേഷകനാകണം തീരുമാനിച്ചത്? എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഈ 2 കാലിലും മുട്ടിന് താഴെ നമ്മുടെ
കേരളത്തിലൊക്കെ പറയുമല്ലോ ഈ ചേന ചെത്തി ഇറക്കി പോലുള്ള ഒരു രോഗം വന്നു. അന്ന് എൻ്റെ പപ്പയും മമ്മിയും ബിലായിൽ ഞങ്ങൾക്കൊരു അപ്പച്ചൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുണ്ട്, അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ഞാൻ 27 ദിവസം ആശുപത്രിയിൽ കിടന്നു. അങ്ങനെ പപ്പയും മമ്മിയും അറിഞ്ഞു, തിരികെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സ്ഥിരം പ്രാർത്ഥന, അന്ന് അമ്മ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിനെ അങ്ങ് രക്ഷപ്പെടുത്തി തന്നാൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കുഞ്ഞിനെ സമർപ്പിക്കുന്നുവെന്ന് അന്ന് പ്രാർത്ഥിച്ചു. അമ്മ ഒരു തീരുമാനമെടുത്ത് മാത്രമല്ല, ചില ദിവസങ്ങൾ അമ്മ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ കിടക്കുന്ന മുറിയുടെ ഇപ്പുറത്താണ്. ഒരു ദിവസം രാത്രി ഏകദേശം 12 മണിയായി കാണും. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അമ്മയ്ക്കുണ്ടായി. അത് യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു 54 അധ്യായത്തിൽ നിന്നാണ്. നിന്റെ മക്കൾ യഹോവയിൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും എന്ന് ഒരു അരുളപ്പാട് അമ്മയ്ക്ക് കിട്ടി. അമ്മ അന്ന് മുതൽ സന്തോഷിച്ചു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ എവിടെ പോയാലും അവസാനം ദൈവവചനം എടുത്തുകൊണ്ട് നിന്നേ പറ്റുള്ളൂ, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഉപരിയായി എന്ത് വാക്ക് പറയണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസംബർ മാസം 1991 ഡിസംബർ മാസം 31-ാം തീയതി അമ്മ അന്ന് AG സഭയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോൺ മാർക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ബൈബിൾ കോളേജ് ചേർന്നു. അങ്ങനെ ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ BRE എന്ന് പറയുന്ന 2 വർഷം കോഴ്സ് എടുത്തു. ഇതാരും പറഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ തോന്നി ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന്. കാരണം പൂർണ്ണമായ രോഗസൗഖ്യം ദൈവം തന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ എത്ര വർഷമായി സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുന്നു? 30 വർഷത്തിൻ്റെ അകത്തായി എന്ന് പറഞ്ഞാൽ 91 മുതലാണ് ഞാൻ ഫുള്ളായിട്ടും കറങ്ങി. ഞങ്ങൾക്ക് പരസ്യയോഗം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ICPFൽ 3-4 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പരസ്യയോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് 30 വർഷത്തിനകത്ത്. ഓക്കെ, അങ്ങനെ 30 വർഷമായിട്ട് സുവിശേഷകനാണ്. അപ്പോൾ പാസ്റ്റർ ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് സംഗീത ലോകത്തേക്ക് കടന്നു വന്ന ഏത് കാലം? അത് ചെറുപ്പം മുതൽ ഞാനൊരു 6 വയസ്സ് മുതലേ പാടി തുടങ്ങിയതാണ്. പാട്ടൊക്കെ പാടും ചെറുതായിട്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പാട്ട് ഒരുപാട്. ഞാൻ ഈ പരസ്യത്തിന് പോകാൻ പാടുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. ജീവിതം നീർപ്പോളയല്ലയോ, പിന്നെ ഒരു പാട്ടൊന്നും പാടിക്കും. ഒരു ജീവിതമൊരു നീർപ്പോൾ അല്ലയോ, അതിൻ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർപ്പോൾ അല്ലയോ, സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യ നീത് ഓർക്കുന്നുണ്ടോ, ജീവിതമൊരു നീപ്പോൾ അല്ലയോ, അതിൻ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ഓ ജീവിതമൊരു നീപ്പോൾ അല്ലയോ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പാട്ട് പാടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ സംഗീത ലോകത്തേക്ക് വരാനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളുണ്ടോ? എൻ്റെ പപ്പ സംഗീത ലോകത്തിലായിരുന്നു. പപ്പ കൊല്ലം ജില്ലയിൽ അവർ 2-3 ഹാർമോണിസ്റ്റുകളുണ്ട്, അതിൽ ഒരാളായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ കീഴിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. വേറെ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ അധ്യാപകരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാൻ ഇടയാക്കി. അതിനുശേഷം എന്തെങ്കിലും സംഗീത സ്കൂളുകളിലോ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? സംഗീത സ്കൂളിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ തന്നെ ഒരു സ്കൂൾ ഇവിടെ എളമ്പലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ 1-2 സ്കൂളിൽ പോയി പഠിപ്പിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ എനിക്ക് ഈ കീബോർഡ് പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ്? കീബോർഡും ഗിറ്റാറും. കീബോർഡും ഗിറ്റാറും വായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാസ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ പാസ്റ്റർ ഏത് സഭയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞാനിപ്പോൾ ഫെയ്ത്ത് ലീഡേഴ്സ് ചർച്ച് ഓഫ് ഗോഡ് തിരുവല്ലയിൽ ഫെയ്ത്ത് ലീഡേഴ്സ് ചർച്ച് ഓഫ് ഗോഡ്. അതിൻ്റെ സെൻട്രൽ സഭ നമ്മുടെ കരവാളിലും ഇപ്പുറം ചൂടുകട്ട എന്ന് പറയും. സജി കുര്യൻ പാസ്റ്ററാണ് അതിൻ്റെ. പാസ്റ്റർ ഇപ്പോൾ സുവിശേഷകനായിട്ട് 30 വർഷമായി അല്ലേ? 30 വർഷത്തിന് ഞാൻ നേരത്തെ മുതലേ സുവിശേഷ വേലയ്ക്ക് പോകുന്നുണ്ട് പാസ്റ്റർ. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടും കയറാൻ. കാരണം അമ്മയുടെ കൂടെ എല്ലാ മീറ്റിങ്ങിനും കാര്യങ്ങൾക്ക് അമ്മ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയും 1992 രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പോൾ ഈ 30 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പാസ്റ്റർ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്?
ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇവാഞ്ചലിസം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി NSSലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ ഗോസ്പൽ ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പേഴ്സണൽ ഇവാഞ്ചൽ. അത് ഇപ്പോഴും. രണ്ടെന്ന് പറഞ്ഞാൽ പരസ്യവേല. പിന്നെ നമ്മുടെ കൺവെൻഷൻ പോയി പാടും. പിന്നെ അതുപോലെ റിട്രീറ്റിനും അതിനൊക്കെ പോയി പാടാനുള്ള ക്രമീകരണമൊക്കെ നേരത്തെ പോലെ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നീട് ഈ പരസ്യങ്ങളൊക്കെ നടത്തും. പരസ്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ 30 വർഷത്തെ പാസ്റ്ററുടെ ജീവിത അനുഭവത്തിൽ ദൈവം പാസ്റ്റർക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഒരുപാട് നന്മകളുണ്ട്, അതിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങളൊന്ന് പറയാമോ? ഒന്ന്, രോഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ പൂർണ്ണമായി വിടുതൽ നൽകി. ആത്മീയമായ ഒരുപാട് വളർച്ച ദൈവം തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ തന്നു. സന്തോഷവും സമാധാനപരമായി ജീവിപ്പാൻ വേണ്ട ദൈവിക കൃപ ദൈവം എനിക്ക് തന്നു. ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ വെറുതെ നിൽക്കുകയുള്ളൂ. കാരണം എൻ്റെ ദൈവം നടത്തും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ആത്മീയമായ ഭയങ്കര വളർച്ച ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഭൗതികമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല, വരയിടാകാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻപന്തി നിന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട്. എനിക്ക് ഒരു മോൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. അയാൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. PSC കോച്ചിങ്ങിനൊക്കെ പോയി ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പത്തനംതിട്ട അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടു ഒരുപാട് വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക, സ്ഥലം വിൽക്കാനിട്ടിരിക്കുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുക? അതോടൊപ്പം തന്നെ ഇവിടെ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ ഒരു വളർച്ചയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ വരുന്ന ആളുകളിൽ നമ്മുടെ പെന്തക്കോസ്റ്റൽ സഭകളൊന്നും ആളില്ലാതെ വരും? അതെ, ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? പാസ്റ്ററുടെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വലിയൊരു ദൈവദാസനൊന്നും അല്ലെങ്കിലും ഞാൻ വചനം വായിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നു. ഞാൻ നോട്ട്സ് ഏകദേശം ഒരു 10 ഡയറി ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് ദൈവവചനം വായിച്ച് ഡയറിയിൽ മൊത്തം കുറിച്ചിടുന്നു. കുറിച്ചിട്ട് ആ വചനം ഞാൻ വായിച്ചപ്പോൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷനും അതും ഇതൊന്നും ദൈവവചന അനുസരണമല്ല. പിന്നെ ഒരുപാട് വീടുകൾ അടച്ചിട്ടിട്ടുണ്ട്. അവരെല്ലാം വിദേശത്ത് പോകുന്നു. അത് അവരുടെ കാര്യം, നമുക്കിപ്പോൾ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയാലും മറ്റുള്ള വ്യക്തികളാണെങ്കിലും ഈ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഐഡിയ. ഞാൻ മറ്റൊരാളെ കുറ്റം പറയാനും എനിക്കത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. ബ്രദറിന് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാസ്റ്റേ, അതുകൊണ്ട് ഒരുപാട് ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പാട്ട് പാടി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ക്ലാസ്സുകാരെല്ലാം കൂടെ എൻ്റെ ക്ലാസ്സുകാരെല്ലാം കൂടെ പറഞ്ഞു ജോസൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആമ്പിളരെല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ ക്ലാസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ ആമ്പിളരെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇവിടെ പാടാനൊക്കത്തില്ല. അപ്പോൾ അവർ വെറുതെ അവർ പറഞ്ഞ് ജോസ് ഇന്ത്യൻ പൗരനാണ്, ജോസിന് പാടാം. ഞാൻ ഈ പാട്ട് പാടി ജീവിതം എന്ന ഒരു പാടാം. അപ്പം ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലാണ് സെക്കൻഡ് ഇയറിന്. അപ്പം ഞാൻ ഈ പാടിക്കൊണ്ടിരുന്നപ്പം പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ പെമ്പിള്ളേർ ഞങ്ങളുടെ ക്ലാസ്സിലെ കുറേ പെമ്പിള്ളേരെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങി വേണം ഞങ്ങളുടെ ക്ലാസ് റൂമിൽ കയറാൻ. അവർ വന്നപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ക്ലാസ്സിൽ കയറാൻ നേരെ അവരുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞതുപോലെ ജോസ് എന്ന് പറയുന്ന പാർട്ടിയുണ്ട് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ജോസിനെ വിളിച്ച് ജോസ് നല്ലൊരു പാട്ട് പാടുന്നു, നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. 3ാമത്തെ ആഴ്ച പിള്ളേരെല്ലാം കൂടെ കുറേ പെമ്പിള്ളേരെല്ലാം കൂടെ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു ജോസ് ഞങ്ങളുടെ ക്ലാസ്സിൽ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞാൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജോസ് അന്ന് ഇവിടെ പാട്ട് ഞങ്ങൾക്കൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ഞാൻ അവിടെ ചെന്ന് 49 സ്റ്റുഡൻസ്, അതിലൊരു ക്രിസ്ത്യാനിയാണ്, ബാക്കിയെല്ലാം ഹിന്ദു മുസ്ലിങ്ങൾ. NSSൻ്റെ കോളേജാണ്. ഞാൻ ഫുൾ പിറ്റ് കയറി നിന്നു. അന്ന് ഫ്രീ, ഞങ്ങൾക്ക് 1 മണിക്കൂർ ഒരു പീരീഡ് ക്ലാസ്. ഞാൻ കയറി നിന്നു. അപ്പോൾ ഞാൻ കയറി നിന്ന് പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും മോനെ നീ വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നമുക്ക് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂർ ഞാൻ ആദ്യത്തെ അരമണിക്കൂർ വചനം ഷെയർ ചെയ്യണം. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ ഒന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ഫുൾ പിറ്റ് നിന്ന് കഴിഞ്ഞിട്ട് എന്നോട് ഇതുപോലെ ദൈവാത്മാവ് സംസാരിച്ചു, സുവിശേഷം പറയണമെന്ന്. ഞാൻ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യത്തെ അരമണിക്കൂർ സുവിശേഷം പറയും, 2ാമത്തെ അരമണിക്കൂർ
പാട്ട് പാടുമെന്ന് പറഞ്ഞു. അവർക്ക് ഈ പാട്ട് പഠിക്കുകയും വേണം. അപ്പോൾ സുവിശേഷം പറയാൻ അനുവദിക്കുമല്ലോ, NSSന് കോളേജാണ്. അവർക്ക് ഈ പാട്ട് പഠിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ അവർ പറഞ്ഞു ഈ പാട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ യേശു എന്ന നാമമല്ല, രക്ഷിക്കപ്പെടുവാൻ വേറെ നാമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ പ്രസംഗിച്ചു. മൊത്തം പ്രസംഗിച്ച എന്താണെന്ന് എനിക്കറിയത്തില്ല. 1/2 മണിക്കൂർ ടൈം നോക്കി ഞാൻ പ്രസംഗിച്ചിട്ട് 1/2 മണിക്കൂർ ഞാൻ ബോർഡിൽ ഈ പാട്ട് എഴുതി. എൻ്റെ ഭാഷ അന്ന് ഞാൻ പാടിയതുപോലെ ഞാൻ ഇതുവരെ പാടിയിട്ടില്ല, അതിന് മുമ്പ് പാടിയിട്ടില്ല. 2 പ്രാവശ്യം പാടി. ഈ പാട്ട് പാടിപ്പോൾ അതിൻ്റെ ബാക്കി പറയുന്നത് മേടയിൽ വാണാലും ഓടയിൽ വാണാലും 6 അടി മണ്ണിൽ നിനക്ക് സ്വന്തം, പട്ടുനൂലാടയും സ്വർണ്ണാഭരണവും ചുടലക്കളം വരെ നിനക്ക് സ്വന്തം, മനുഷ്യ നീ ഇത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അത് പാടി കുറച്ച് കുഞ്ഞുങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് നല്ലപോലെ കരഞ്ഞു. ഞാൻ പറഞ്ഞു ഈ യേശുവിന് വേണ്ടി നിങ്ങൾ തീരുമാനത്തിൽ ജീവിച്ചോണമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത്. അവരെ എന്തോ ആയെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനൊരു അനുഭവം, അങ്ങനെ ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് NSSൻ്റെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയ ക്ലാസ്സിൽ പാടി ദൈവത്തെ അവർ മുൻപിൽ പറഞ്ഞു കൊടുപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അത് അന്നത്തെ ആ വർഷത്തിൻ്റെ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ പാസ്റ്ററുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പം മെയിൻ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ സാവു പാസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളൊരു 60 പ്രോഗ്രാം ചെയ്തു. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൽ തലപ്പത്ത് പിടിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ നേരെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് അവരാണ് ഗൈഡൻസ് ചെയ്യുന്നത്. അവർ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഏരിയ മൊത്തം ഏകദേശം 60 പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു. പരസ്യമാണ്. ഇപ്പോഴും അത് വളരെ ഇഷ്ടമാണ്. മഴ കഴിഞ്ഞു വന്നാൽ അത് തുടങ്ങണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ അതേ ഉള്ള ആഗ്രഹം, വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. പാസ്റ്റർ ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ, അമ്മ നല്ലൊരു ഭക്തയായിരുന്നു, പ്രാർത്ഥനാ ജീവിതമുള്ള ആളായിരുന്നു. എന്താണ് അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു മാതൃക, അത് പിൻപറ്റുവാനായിട്ട് പാസ്റ്ററെ പ്രേരിപ്പിച്ചത്? എന്തൊക്കെ ഗുണങ്ങളാണ് അമ്മയിൽ നിന്ന് കണ്ടത്? അമ്മ പിന്നെ രോഗത്തിൽ നിന്ന് വിടുന്ന സ്നാനപ്പെട്ട് പിന്നെ ദൈവദാസൻ്റെ കൈ കീഴിൽ നിന്ന് മുകളിലേക്ക് വന്നപ്പോഴേ ദൈവകൃപ പ്രാപിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അന്നാണെങ്കിൽ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രവചന ദൂത് ഭയങ്കരമായിരുന്നു. അത് കട്ടാൻ ട്രൈ, അല്ലാതെ സാധാ പ്രവചനമല്ല. പാസ്റ്ററിനൊക്കെ സാവു പാസ്റ്ററിനൊക്കെ അറിയാം. അങ്ങനെ ഒരുപാട് പേരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരമ്മച്ചിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേരെ അന്നത്തെ കാലത്ത് രക്ഷയുടെ മാർഗത്തേക്ക് കൊണ്ടുവന്ന. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അമ്മ പറയും. ദശാംശം കൊടുക്കാൻ എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയ്ക്ക് കൈ കിട്ടുന്ന കാശ്, എൻ്റെ പപ്പ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ അമ്മയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ആ പൈസ മാറ്റി ദശാംശം മാറ്റി വെച്ചിട്ട് അമ്മ എടുത്ത് ചിലവഴിക്കും. വലിയൊരു ഗുണമാണ്. കാരണം കിട്ടുന്ന പൈസയുടെ ദശാംശം ആദ്യം എടുത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അത് അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ വീട്ടിൽ സർവ്വസമയ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ചിട്ടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്നുമല്ല, മിക്കവാറും ദിവസമൊക്കെ വീട്ടിൽ ആൾക്കാർ വരും, അമ്മ പ്രാർത്ഥിക്കും, വിടുതലുണ്ടാവും. ഈ കാഴ്ച കണ്ടാണ് ഞാൻ വളർന്നത്. അമ്മയ്ക്ക് മറ്റൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ പപ്പ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 30 വർഷം കുടിച്ചു. അമ്മ വഴക്കിനോ കാര്യങ്ങൾക്കൊന്നും പോയില്ല. അമ്മ പള്ളി പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും പപ്പ പോസ്റ്റ് ഓഫീസിൽ 8 മണിക്ക് പോകും, പോയിട്ട് ഒരു 3:30-4 മണിക്ക് തിരിച്ചു വരും. ഈ ഇടയ്ക്ക് സമയം കൊണ്ട് അമ്മ പ്രാർത്ഥനയ്ക്ക് എവിടെയൊക്കെ പോകും അവിടെ എല്ലാം പോയിട്ട് വരും. ആഹാരം എല്ലാം ക്രമീകരിച്ച് വരും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കണ്ണീരോടെ ഇപ്പോൾ പാസ്റ്റർ വിഷയം പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഒരുപാട് വിടുതൽ കണ്ടു, ദൈവപ്രവൃത്തി കണ്ടു. ആ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ പപ്പയും അടങ്ങും ഞങ്ങൾ 10 വർഷം ഒരുമിച്ച് ഞങ്ങൾ കൺവെൻഷന് പാടി പരസ്യമൊക്കെ ചെയ്തു. ആ അമ്മയും ഞാൻ, വൈഫ്, മോനെ, പപ്പ, ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒരു 10 വർഷം. അന്ന് മോനൊക്കെ ചെറുപ്പമായിരുന്നു. അങ്ങനൊരു വിശദീകരിക്കുന്നില്ല. ഇത്രയും അമ്മ ഭയങ്കരമായി ദേശത്തിന്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് കിടക്കുന്ന വ്യക്തികളെ പോലും പോയി പ്രാർത്ഥിച്ച് ദൈവസേന കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ദേശത്തുണ്ട്. മറ്റൊന്നും അമ്മ ആഗ്രഹിച്ചില്ല. ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികത്തിനോട് ഇപ്പോൾ വലിയ ആർത്തിയൊന്നുമില്ല. ദൈവം വല്ലതും തന്ന് ഇല്ലെങ്കിൽ ഇല്ല. ദൈവത്തിൻ്റെ സ്വഭാവം അല്ല, എല്ലാ സുവിശേഷകന്മാരുടെയും പിന്നിൽ മാതാവിൻ്റെ ഒരു കണ്ണീരുണ്ട്. ആരോട് നമ്മൾ ഈ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എൻ്റെ അമ്മ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു, ഉപവാസം എടുക്കുന്ന സ്ത്രീയായിരുന്നു, എൻ്റെ അമ്മ എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, അതുകൊണ്ടാണ് ഞാനിന്നൊരു സുവിശേഷകനായിരിക്കുന്നത് എന്നാണ് ഈ പരിചയപ്പെടുന്ന ആളുകളെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം, സാമീപ്യം ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലേ? അതെ.
കഴിഞ്ഞ 2 ദിവസം മുമ്പ് അമ്മ മരിച്ചിട്ട് 1 വർഷമായി. അമ്മ ഇല്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. അതെ, അമ്മയ്ക്ക് പകരം വേറൊരാൾ അമ്മ ആയിട്ടില്ല. അമ്മയെ കാര്യമായിട്ട് നോക്കി, കാര്യമെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഞാനും എൻ്റെ പെങ്ങളും കാര്യമായിട്ട് നോക്കി. അമ്മയ്ക്ക് രോഗമായി കിടന്നപ്പോൾ ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു. അമ്മയ്ക്ക് കറക്റ്റ് ടൈമിന് 9 മണിക്കാകുമ്പോൾ ആഹാരം കൊടുക്കും. കറക്റ്റ് ഉച്ചയ്ക്ക് ഞാൻ എവിടെ പോയാലും 1 മണിക്ക് മുമ്പ് വീട്ടിൽ വരും. ഇതേ പറഞ്ഞാൽ എവിടെ പോയാലും കറക്റ്റ് 4 മണിക്ക് വന്ന് അമ്മയ്ക്ക് ചായ കൊടുക്കും. ഞാൻ വന്നിട്ട് അമ്മ കഴിക്കുകയുള്ളൂ. അത് 8 മണിക്ക് അമ്മയ്ക്ക് ചൂട് ദോശ, അത് ഞാൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഞാനില്ലെങ്കിൽ അമ്മ ആഹാരം കഴിക്കത്തില്ല. അങ്ങനൊരു ജീവിത ശൈലിയായിരുന്നു എൻ്റെ. അപ്പോൾ അമ്മയും പപ്പായും ഇവർ 2 ആയിരുന്നു. ദൈവം കഴിഞ്ഞാൽ അടുത്ത് 2. പിന്നെ അമ്മയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിഷമം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ആ അമ്മയുടെ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. വെറുതെ ഞാൻ പറയുന്നതല്ല, ഒരു സാക്ഷ്യവാചകത്തിൽ പറയുകയല്ല, ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. പൊതുവെ നമ്മുടെ സുവിശേഷകരോട് അതുപോലെ വിശ്വാസികളോട് പാസ്റ്ററുടെ ഈ 30 വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ഈ ദൈവത്തെ അറിഞ്ഞാൽ ആത്മീയമായ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൻ്റെ പുറകെ ദൈവം നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായ നന്മ ദൈവം തമ്പുരാൻ തരും. പക്ഷേ അത് അത്ര വിശ്വസിച്ച് ദൈവസേന ഇരുന്നെങ്കിൽ മാത്രമേ സാമ്പത്തിക നന്മ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് എൻ്റെ ജീവിതത്തിൽ അത് എത്ര നാളും ഇരുന്നിട്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊരു വിഷമവും ഇല്ല. സാവു പാസ്റ്റർ അറിയാം എല്ലാ കാര്യങ്ങളും. ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർമാരിൽ ഏറ്റവും നല്ലൊരു ദൈവവാസനാണ് സാവു പാസ്റ്ററൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാണ്. തിരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭൗതികമായിട്ടും ഉപരിയായി ആത്മീയമായ നന്മ ഇന്നും ദൈവം തമ്പുരാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ വലിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പൊതുവെ വിശ്വാസ സമൂഹത്തോട് പറയാനുള്ള സന്ദേശം, ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, വാക്കുമാറാത്താണ്. നമ്മൾ വാക്ക് മാറിപ്പോയാലും ദൈവം വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. അതെ, അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചാൽ ഈ നന്മ, ദൈവിക നന്മ ലഭിക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കുഴപ്പക്കാരും ഞാൻ നല്ലവനെന്നല്ല പറയുന്നത്. നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നന്മ നമുക്ക് വേണ്ടി നൽകും. ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്ററുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടോ സഭാപരമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യം പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? അത് നമുക്ക് സാധാരണ സഭകളിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോഴേ ഞാനത് ചെറിയ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ സാക്ഷിവാചകത്തിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാനതൊന്നും അങ്ങോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി കാര്യമായി രൂക്ഷമായ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതിപ്പോൾ അങ്ങനെ നമ്മൾ കേൾപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും മീറ്റിങ്ങിനും കാര്യങ്ങൾ വിളിക്കുവാണെങ്കിൽ വചനത്തിൽ നിന്ന് മാത്രം നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കും. ഞാനും അങ്ങനെ പാസ്റ്ററോട്, ബഹുമാനപ്പെട്ട പാസ്റ്ററോട് ഇങ്ങനൊരു ഇന്റർവ്യൂവിന് കടന്നു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിളിക്കുന്ന ആളുകളെയൊക്കെ ഫോൺ എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും. നമുക്ക് ഒരുമിച്ച് ഭാരത സുവിശേഷീകരണത്തിന് പങ്ക് ആളുകളായി തീർന്നേ സ്വോത്രം നമ്മുടെ കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയട്ടെ. സ്വോത്രം. ഓക്കെ. പക്ഷേ ഇങ്ങനെ ഇന്റർവ്യൂവിന് കടന്നു വന്നതിൽ സാവു പാസ്റ്റർ KRF വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്ററേയും, എത്ര മക്കളാണ്? 3 മക്കൾ, കുടുംബവും മക്കളും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ഇന്നുപോലെ പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്ന പാസ്റ്ററിന് ഒരുപാട് നന്ദി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാവു പാസ്റ്ററിന് നന്ദി. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ.